യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ മുറിവേറ്റവൻ, പകുതിയിൽ വെച്ച് നിർത്തിയിട്ടുള്ളവൻ. നിർത്തുന്നതിന് അവൻ തന്നെ ഇല്ലാതെയാകുന്നത്, ആ ശരീരം തന്നെ നഷ്ടപ്പെടുന്ന കാര്യത്തിലാണ്. അങ്ങനെയുള്ള അവന് പുണ്യകൃതാം ലോകാൻ പ്രാപ്യ, പുണ്യം ചെയ്തിട്ടുള്ളവരുടെ ലോകങ്ങളെ, ലോകം എന്ന് പറഞ്ഞ അനുഭവ മണ്ഡലത്തെ പ്രാപിച്ചിട്ട് ശാശ്വതീഹി സമാഹ, ശാശ്വതീ സമാഹ എന്ന് പറഞ്ഞാൽ വളരെ കാലം, ഉഷിത്വ എന്ന് പറഞ്ഞാൽ സുഖമായി സന്തോഷത്തോടുകൂടി ഇരുന്ന് അവനെന്താ ശ്രീമതാം ഗേഹേ അഭിജായതേ, വീണ്ടും ഐശ്വര്യമാർന്നവരുടെ ഗേഹത്തിൽ ധനികന്മാരുടെ എന്നൊക്കെയുണ്ട്, പറയാം എന്തൊക്കെയാണെന്ന്. ഗേഹം എന്ന് പറഞ്ഞാൽ ഗൃഹത്തിൽ, അഭിജായതേ ജനിക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിനായിട്ട് നമുക്കൊരു യാത്രയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതമൊക്കെ എടുത്ത് നോക്കണം. ഇപ്പം പലപ്പോഴും അതായത് നമ്മുടെ ഒരു വളർന്ന ചുറ്റുപാട്, നമ്മുടെയൊക്കെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. നമുക്ക് വേണ്ട ജ്ഞാനം തരുന്നതിനായിട്ട് നമ്മളെ ഈ മാർഗത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളവർക്കൊക്കെ അതറിയാൻ പറ്റും. ഒന്ന് പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സത്യം നമ്മെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് പലപ്പോഴായിട്ട് പല വിധത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യ ഇത് തുടങ്ങിയിട്ടുണ്ടാവുക അച്ഛൻ തന്നെയായിരിക്കും. ചിലപ്പോൾ അച്ഛൻ ഒരു രാമായണം അല്ലെങ്കിൽ ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഒരു അച്ഛൻ്റെ മകനായി മകളായി ഒക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വേറെ പുണ്യൊന്നുമില്ല. പക്ഷേ ജനിച്ചിട്ടും ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്തതുണ്ട്, അത് വേറെ, അതും പറയാം സ്വാമി. അച്ഛന് വട്ടാണ്, വേറെ പണിയൊന്നുമില്ല, രാവിലെ ആയി തടിച്ച ഒരു പുസ്തകമായിട്ട് പോകും. ഞാൻ ആലോചിക്കുക, എന്തിനാ ഇങ്ങനെ വെറുതെ പോകുന്നത് ഇല്ലേ? അങ്ങനെയുണ്ട്. അങ്ങനെ അച്ഛൻ്റെ അതിനെയൊന്നും ഒട്ടും, എന്നാൽ അച്ഛൻ്റെ ആ ഗുണങ്ങളൊക്കെ കിട്ടുന്ന മക്കളുമുണ്ട്. ഇപ്പോൾ വിനോബാജി വാസ്തവത്തിൽ ജയിലിൽ ഈ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകുന്നത് അമ്മ പറഞ്ഞിട്ടാണ്. അമ്മ പറയുന്നുണ്ട് വിനോബാജിയോട്, വിന്യ എനിക്ക് ഈ ഗീതാ പുസ്തകമൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല മോനെ. അപ്പം വിനോബാജി പറയും, അമ്മയ്ക്ക് ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ന് ഏതോ ഒരാളുടെ വ്യാഖ്യാനം അന്ന് ഉള്ള നല്ലൊരു ഹിന്ദിയിൽ നല്ലൊരു ടീക്ക കൊണ്ടു കൊടുത്തു. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വേറെ ഏതൊക്കെയോ, ഇങ്ങനെ വിനോബാജി നല്ല ഒരു 3-4 വ്യാഖ്യാനം അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുകയാണല്ലോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല, നീ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് ഇതൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ചതാ നിൻ്റെ ഭാഷയിലൊന്ന് പറഞ്ഞു. ഒരമ്മ മകനോട് നീ എനിക്ക് ഗീത പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ഒരു കൾച്ചറൊന്ന് നോക്കും. നീ ഒന്നും എന്നോട് പറയുന്നില്ലല്ലോ, നീ അവൾക്ക് കഴിഞ്ഞ മാസം ഒരു സാരി മേടിച്ചു കൊടുത്തില്ലേ, നീ എന്തിനാ എന്നോട് ഒളിക്കുന്നത്? നമ്മൾ ആകെ ചോദിക്കുക ഇങ്ങനത്തെ ഓരോ തുക്കടാ കണക്കുകളാണ്. നീ അവൾക്ക് കഴിഞ്ഞ മാസം മേടിച്ചു കൊടുത്തില്ലേ ഒന്ന്? നിങ്ങൾ സത്യം പറയൂ, രണ്ടുപേരും കൂടെ പുറത്തു പോയിട്ടല്ലേ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിച്ചത്? നിങ്ങൾക്ക് എന്താ എന്നെ ഒരു ദിവസം കൊണ്ടുപോയാൽ? അപ്പോൾ ഒരമ്മ മകനോട് പറയുക, മോനെ നീ ഒന്ന് പറഞ്ഞതാ എനിക്ക് ഗീത. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിനോബാജി ഗീത തയ്യാറാക്കുന്നത്. അതിൻ്റെ അവസരം പിന്നീട് ജയിലിൽ വെച്ചിട്ടാണ് കിട്ടിയത്. അപ്പോൾ ശുചീനാം ഗേഹേ എന്ന് പറയുമ്പം, അപ്പം നമ്മളൊക്കെ ജനിക്കുന്ന ചുറ്റുപാട്, നിങ്ങളൊക്കെ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വാമിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഇനി ഇത് ടി വിയിൽ കാണുന്നവരാണെങ്കിലും ഒരു സംസ്കാരം എവിടെയോ ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എവിടെയോ തുടങ്ങി, അത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ എവിടുന്നെങ്കിലുമൊക്കെ ആയിരിക്കും. ആ ഒരു ചുറ്റുപാടിൽ അത് എത്ര എന്താ പറയുക, ഇതിന് വിരുദ്ധമായിട്ടുള്ള ചുറ്റുപാടിൽ നിങ്ങൾ പെട്ടുകഴിഞ്ഞാലും അവിടെ നമ്മളെ തേടി ആരെങ്കിലും എത്തി നമ്മളോട് ഇത് പറഞ്ഞു തരും. ഒരു തുടക്കം എവിടെയൊക്കെയോ നടക്കും. നമ്മുടെ കാര്യത്തിൽ തന്നെ അത്ഭുതമാണ് നമുക്ക്. നമ്മുടെ എന്താ പറയുക, ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, പക്ഷേ എന്തോ 4ാം ക്ലാസ്സിൽ വെച്ച് സംസ്കൃതം പഠിക്കാനൊരു ആഗ്രഹമല്ല, ഒരു സ്കൂളിൽ ഒരു ടീച്ചർ വന്നു, വളരെ സ്നേഹിക്കുന്ന ഒരു ടീച്ചർക്ക് കുറച്ച് കുട്ടികളെ കിട്ടണം, അതായിരുന്നു ടീച്ചറുടെ പോസ്റ്റ് നിലനിൽക്കണം, മാനേജ്മെൻറ്റ് ആ പോസ്റ്റ് നിലനിർത്തണമെങ്കിൽ കുറച്ച് കുട്ടികൾ വേണമല്ലോ.
അങ്ങനെ ടീച്ചർ വളരെ സ്നേഹമായിട്ട് പെരുമാറി. പിന്നെ ഒരു പുതിയ ഭാഷ കേട്ടപ്പോൾ കുക്കുടഹ കൂജന്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ വാ രാമഹ രാമോ രാമാഹ. അപ്പോൾ ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞു, ഏത് ഭാഷയിലും നിങ്ങൾക്ക് 2 വചനങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ ഏകവചനം അല്ലെങ്കിൽ ബഹുവചനം. നിങ്ങളൊരു പേനയ്ക്ക് ഇംഗ്ലീഷിൽ പെൻ എന്ന് പറയും, 2 പേനയ്ക്ക് പെൻസ്, 3 പേനയ്ക്കും പെൻസ്, എസ് ചേർത്ത് കഴിഞ്ഞാൽ അത് ബഹുവചന. സംസ്കൃതത്തിൽ അങ്ങനെയല്ല. കലം കലൗ, കലൗ എന്ന് പറഞ്ഞാൽ 2 പേന മാത്രം, കലാഹ എന്ന് പറഞ്ഞാൽ 2-ൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞ ആ ഭാഷയുടെ മഹത്വം അതും ഇതൊക്കെ പറഞ്ഞപ്പോൾ തരക്കേടില്ല, പഠിക്കണം എന്ന് തോന്നി. പിന്നെ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി. അതൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ. പിന്നെ ആശ്രമത്തിൽ ചെന്ന് പഠിക്കുന്ന സമയത്താണ് ഈ പൊടി തട്ട് ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടും സംസ്കൃതത്തോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ സംസ്കൃതം പഠിക്കാൻ കോഴിക്കോട് ഒരു ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞു, അവിടെ ക്ലാസ് നടക്കുമ്പോൾ അവിടെ പോവുമായിരുന്നു. അപ്പോഴും ഇതിലൊന്നും തികഞ്ഞ ഈ ആധ്യാത്മികതയുടെ ഇതിനല്ല, എന്തോ ആ ഭാഷയോട് കുറച്ചൊരു സ്നേഹം തോന്നി. അതൊക്കെ വളരെ വളരെ ഉപകരിച്ചു എന്ന് പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ ആലോചിക്കും, ഇന്നലകളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അതൊക്കെ ഇതിനു വേണ്ട ഒരു കരുപ്പിടിപ്പിക്കലായിരുന്നു എന്ന്. ഇതുപോലെ നിങ്ങളുടെ ഇന്നലകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അച്ഛൻ അന്ന് പറഞ്ഞു തന്നത്, അമ്മ പറഞ്ഞു തന്നത്, അല്ലെങ്കിൽ മുത്തശ്ശി പറഞ്ഞു തന്നത്, ആരെങ്കിലും രാമായണം വായിച്ച് കേട്ടിട്ടുള്ളത്, ആരെങ്കിലും തന്ന പുസ്തകം, ആരെങ്കിലും പറഞ്ഞിട്ട് അത് കേൾക്കാൻ, അല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ കുറേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അത് ഒന്ന് പൊടിതട്ടുകയാണ് ഇവിടെ വാസ്തവത്തിൽ ചെയ്താൽ. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇതിനൊരു തുടർച്ചയുണ്ട് എന്ന് പറയാം. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഗഹനങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ അതാണ് സ്വാമി കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞത്, നിങ്ങൾ ഇനിയും അതിനെ ഒന്ന് നിരീക്ഷിക്കുക. നാം ഉറങ്ങുന്ന സമയത്ത് ഏത് ചിന്തയുമായാണ് നാം ഉറങ്ങുന്നത്? ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഏതൊരു ചിന്തയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് നാം ഉറങ്ങിയിട്ടുള്ളത്? പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് അതേ ചിന്തയോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഉണരുക. ഈ കാലയളവിൽ എവിടെയായിരുന്നു ഈ ചിന്ത അന്തർലീനമായത്? അതാണ് സൂക്ഷ്മ ശരീരം. അപ്പം ഈ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം അടുത്ത ഒരു ശരീരത്തെ പ്രാപിക്കുന്നതിൻ്റെ ഇടയിലൊരു കാലയളവൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക, വേദാന്തത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പറയണു ഭാഗവതത്തിലൊക്കെ ഇപ്പം നമ്മൾ ഈ ജ്ഞാനയജ്ഞം ഇവിടെ നടക്കുമ്പം നിങ്ങൾ മാത്രമല്ല ഇത് ഇരുന്ന് കേൾക്കുന്നത്, വേറെയും കുറച്ച് ആൾക്കാരുണ്ട് എന്നാ. പേടിക്കൊന്നും വേണ്ട. ചില സൂക്ഷ്മ ശരീരങ്ങൾ ഭാഗവതത്തിൽ അതിന് ഒരു മുളയടിച്ച് അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക, ദുന്ദുകാരിയെ ആവാഹിച്ചിരുത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ഓരോരോ മുള പൊട്ടുന്നതായിട്ടാണ്. എന്നിട്ട് 7ാമത്തെ ദിവസം മോചനം കിട്ടുന്നതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പം അത് ആ വഴിക്കൊക്കെ നമ്മൾ വേറെ ഓരോ അന്വേഷണവും ഗവേഷണവും ഒക്കെ നടത്തേണ്ടി വരാം. ഇനി ഇതൊരു തരത്തിൽ, അതായത് സ്ഥൂല ശരീരത്തിൻ്റെ പതനത്തിന് ശേഷം ഈ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശരീരത്തിന് വീണ്ടും യാത്ര ഉണ്ടെങ്കിൽ ആ യാത്രയിൽ, തുടർന്നുള്ള യാത്രയിൽ ഈ നേടുന്നത് സഹായകമായി ഭവിക്കുന്ന. അപ്പം ഈ ശരീരത്തിൻ്റെ ഒരു അവസാനം ഉണ്ടല്ലോ, അതെപ്പോഴാണ്? അതായത് ഇപ്പം നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് നമ്മൾ പൂർണ്ണരാണ്. പക്ഷേ നമുക്ക് ഈ ജന്മം കിട്ടുന്നതോടുകൂടി വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കും നിങ്ങൾ, നമ്മുടെ ഒരു അംശം മാത്രമേ പ്രകടമാകുന്നുള്ളൂ. കേവലം ഭാഗികമായിട്ടാണ് നാം പ്രകടമാകുന്നത്. ഈ ഭാഗികമായിട്ടുള്ള പ്രകടനം നമ്മെ സംബന്ധിച്ച് അങ്ങേയറ്റം അസ്വാതന്ത്ര്യത്തെ നാം അനുഭവിക്കുന്നു. നമ്മൾ സ്വതന്ത്രരാകുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം വെക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി കെട്ടിവരിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായിട്ട് ശരീരത്തെ മുഴുവൻ കെട്ടിവരിഞ്ഞിട്ട് ഒരു ചെറുവിരൽ മാത്രം സ്വതന്ത്രമാക്കിയിരിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിക്കൂ. ഈ ചെറുവിരൽ മാത്രം ഇങ്ങനെ ഇളക്കാൻ പറ്റും, ബാക്കി മുഴുവൻ എന്താണ്? കെട്ടിവരിഞ്ഞിട്ടിരിക്കുക. അപ്പം ഈ കെട്ടിവരിഞ്ഞ ഈ കെട്ടിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ മോചനം വേണം.
ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താ? ഈ ഒരു ചെറുവിരലിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇതിനെയും കൂടെ നമുക്ക് എന്താണ് ഇതിൽ നിന്നും മോചിതനാകേണ്ടതുണ്ട്. അതുകൊണ്ട് നാം മോചനത്തെ എപ്പോഴും ആഗ്രഹിക്കുന്നു. നാം സ്വാതന്ത്ര്യത്തെ നിരന്തരം ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലായിടത്തും പോകണമെന്നുണ്ട്, എല്ലായിടത്തും നമ്മൾ ഇരിക്കണമെന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ എല്ലായിടത്തും വരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ? നാളെ നിങ്ങളുടെ ഫോട്ടോ പത്രത്തിൽ വരുന്നു എന്നിരിക്കട്ടെ, 50-ാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങളത് നോക്കൂ, വാ ഇല്ലേ? എന്നിട്ട് നമ്മൾ പറയും ഇതാ ഞാനിതാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിക്കും. അപ്പോഴോ നമ്മുടെ നേരെ മുൻപിൽ ഇരിക്കുന്ന ആളുടെ തല കാരണം നമ്മുടെ മുഖം ഒന്നും കാണാൻ അതെ ഒട്ടുമില്ല എന്ന് പറയാം. പിന്നെ ഉള്ളത് എന്താണ്? ഒരംശം, ഒരു പൊടി. ആ പൊടി കാണിച്ചിട്ട് പറയാം ഇതാണ് ഞാൻ, അയാൾ ഇരിക്കുന്നത് കൊണ്ട് എന്നെ കണ്ടില്ല എന്ന് പറയാം, ഇതാണ് ഞാൻ. ഇനി നമ്മൾ ആ ചിത്രത്തിലേ ഇല്ല, പക്ഷേ നമ്മൾ ഏകദേശം ഇരിക്കുന്നത് കാണിച്ചിട്ട് അടുത്ത കോളത്തിൽ കാണിച്ചിട്ട് പറയാം ഞാനിതാ ഇവിടെ ഇരുന്നത്. അടുത്ത കോളത്തിൽ ചരമക്കോളം അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ആയിരിക്കും. എന്നാലും നമ്മൾ പറയും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മളെ അല്ലേ? ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? അവരുടെയൊക്കെ ആൽബത്തിൽ നമ്മുടെ ഫോട്ടോ അങ്ങനെയാണ്, വളരെ നന്നായിട്ട്. അപ്പം നാം എല്ലായിടത്തും ആയിരിക്കാൻ നമുക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. എല്ലായിടത്തും നമ്മുടെ പേര് തന്നെ വളരെ വിശേഷപ്പെട്ട ഒരാൾക്ക് ഉണ്ടെങ്കിലോ, പ്രധാനമന്ത്രിയുടെ പേര് എൻ്റെ പേരാ വാ അല്ലേ? അപ്പം നമുക്ക് എല്ലായിടത്തും അതുപോലെ എല്ലാറ്റിലും നാം ഉണ്ടായിരിക്കണം, നാം ആയിരിക്കണം എന്നാഗ്രഹിക്കുന്നത് നാം കേവലം ഭാഗികമായി പ്രകടമായതുകൊണ്ടാണ്. എനിക്ക് പൂർണ്ണമായി പ്രകടമാകേണ്ടതുണ്ട്, എനിക്ക് ഈ വിശ്വമായി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? എനിക്ക് മോചനം വേണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മുഴുവൻ പിടികിട്ടും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ദാഹം എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതിൽ തന്നെ എന്താ പറയുക ശ്രദ്ധിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള എന്താ പറയുക പ്രയാണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ചുള്ള ഗേഹങ്ങളിൽ നാം എത്തിച്ചേരുന്നു. ഭഗവാൻ പറയുന്നത് അതാ, പ്രാപ്യ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ യോഗഭ്രഷ്ടഃ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ ശാശ്വതീ സമാഹ ഉഷിത്വ ശുചീനാം ശ്രീമതാം ഗേഹേ അഭിജായത്തെ. ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളും എന്തുകൊണ്ട് ഇതിൽ വരുന്നില്ല? അല്ലെങ്കിൽ ഈ നോക്കൂ, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കൂ, ഈ പറഞ്ഞ ഈ റോഡുണ്ടല്ലോ, എന്താ ഈ റോഡിൻ്റെ പേര്? ദർബാർ ഹാൾ റോഡോ എന്താ റോഡ്? ഈ റോഡിൻ്റെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വീടുകളുണ്ട്, എത്രയോ വീടുകളുണ്ട്. അവിടെ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ടോ? ഇല്ല. ആലുവയെന്നൊക്കെ വളരെ ഉള്ളുന്ന ആളുകൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ഇതാണ് കാര്യം. ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കണം ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി പറക്കുന്നിടത്ത് പോയിട്ട് ഇത് കേൾക്കാം അല്ലെങ്കിൽ ഇത് വയ്ക്കാം എന്നാൽ അവിടെ ഒരുപാട് ആളെ കിട്ടുന്നു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിന് ഇതൊന്ന് മനസ്സിലാക്കണം, ഇത് ചെയ്തു വെക്കേണ്ടതുണ്ട് എന്ന് പറയാം. ഇനിയിപ്പോൾ ഒരാൾ തുടക്കത്തിൽ ആദ്യമായിട്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നു, അയാൾക്കിതിലൊരു താല്പര്യം ജനിക്കുന്നുവെങ്കിൽ അയാളും തുടങ്ങി വെക്കുകയാണ് ഇതിൽ. അർജുനൻ്റെ ചോദ്യം അതായിരുന്നു. അതുകൊണ്ട് കാതുകുത്തിയവൻ വന്ന് കാതുകുത്തി പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നവൻ കടുക്കനിട്ടവനായിരിക്കും. വെറും കാതുമായിട്ടല്ല വരുന്നത്, കടുക്കനിട്ടവൻ. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കാതിലൊക്കെ ഉണ്ടാവുള്ളൂ, അടുത്തതും കൂടെ വരും എന്ന് പറയും. ഒരിക്കലും അത് വൃഥാവിലാവില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് ശ്രീമതാം ഗേഹേ അഭിജായത്തെ. ഐശ്വര്യവാന്മാരുടെ, ധനവാന്മാരുടെ, ധനം എന്ന് പറയുമ്പം ഇത് തന്നെയാണ് ഏറ്റവും വലിയ ധനം. അല്ലാത്ത ധനമൊന്നും
ധനമാവുന്നില്ല എന്നാ. ധനം പിന്നെ ധനത്തെ നമ്മൾ മഹാലക്ഷ്മി ആയിട്ടാണല്ലോ നമ്മുടെ സംസ്കൃതിയിൽ കാണുന്നത്. അതും ഒരു ഐശ്വര്യമാണ്. അതും കൂട്ടത്തിലുണ്ടെങ്കിൽ വളരെ നല്ലത്. ധനം ഉണ്ടായിട്ട് തന്നെ ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ? ശരി, തുടർന്ന് അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അഥവാ യോഗിനാം ഏവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യദീദൃശം. യത് ഈദൃശം. അഥവാ അല്ലെങ്കിൽ, ഭഗവാൻ പറയുന്നു ഇതൊരു സാധ്യത. ഈ സാധ്യത അല്ലെങ്കിൽ ഇനിയൊരു സാധ്യത എന്താണ്? യോഗിനാം ധീമതാം കുലേ ഏവ. യോഗനിഷ്ഠയുള്ള ധീമതാം ജ്ഞാനികളുടെ, അപാരന്മാരായിട്ടുള്ള ജ്ഞാനികളുടെ കുലേ ഭവതി, കുലത്തിൽ ജനിക്കുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, വിവേകാനന്ദ സ്വാമികളുടെ, നമ്മൾ ഇപ്പോൾ കൽക്കട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നോക്കൂ, തൃശ്ശൂരിൽ വിവേകാനന്ദ സ്വാമികൾ ഒരു വീട്ടിൽ വന്ന് വിശ്രമിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ, അവിടെ സിറ്റി തന്നെയാണ്. ഇന്നിപ്പോൾ അതൊരു അഡ്വക്കേറ്റിൻ്റെ വീടാണ്. ഇപ്പോഴും ആ വീടിൻ്റെ ഒരു സൈഡിൽ ഒരു ഔട്ട് ഹൗസ് പോലെ അവിടെ അതിനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഭംഗിയാക്കി എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അധികം ആളുകൾക്കൊന്നും അറിയില്ല. നമ്മളവിടെ പോയിരുന്നു. വിവേകാനന്ദ സ്വാമികൾ അവിടെ വന്നു, അവിടെ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. ഒരു മഹാത്മാവ് ഒരു സ്ഥലത്ത് ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അതിന് വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ പാറകളുണ്ടല്ലേ, എത്രയോ സുന്ദരമായിട്ടുള്ള പാറകൾ. ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ തലശ്ശേരിയിലും ആ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കടലിൻ്റെ ഉള്ളിലേക്ക് ചേർന്നുകൊണ്ടൊക്കെ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പാറകളുണ്ട്. ആരും അവിടെ പോയി ഇരിക്കാറില്ല. പക്ഷേ വിവേകാനന്ദ പാറ എന്ന പേരിൽ കന്യാകുമാരിയിൽ എന്തുകൊണ്ട് ആ പാറയ്ക്ക് ഇത്ര പ്രാധാന്യം? സ്വാമിജി അവിടെ പോയി ഇരുന്നു. ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യം പാറയെ പോലും പരിശുദ്ധമാക്കുന്ന, പിന്നീട് ആളുകൾ വന്ന് അവിടെ ഇരിക്കാൻ തയ്യാറാവും. അപ്പം ഇങ്ങനെ ഒരാളുടെ കുലത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാലോ, ജ്ഞാനികളുടെ. ഇപ്പം നമുക്ക് അറിയാം, ഈ എറണാകുളത്തും അതുപോലെ തൃശ്ശൂർ അവിടെ ഇവിടെയൊക്കെ ചിന്മയാൻ സ്വാമികളുടെ എന്തെങ്കിലും ഒരു ബന്ധം, അമ്മാവൻ്റെ അമ്മായിയുടെ ചാച്ചൻ്റെ പെങ്ങളുടെ മരുമകൻ്റെ കുട്ടിയുടെ വല്യാപ്പയുടെ മോൻ്റെ മോളുടെ മരുമകൻ്റെ കുട്ടിയുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ അവർക്ക് വലിയൊരു അഭിമാനമാണ്. ഓ, ഞങ്ങളൊക്കെ അല്ലേ, ഞങ്ങൾ പൂതാമ്പള്ളിക്കാരാണ്. ഓ അല്ലേ. അതുകൊണ്ട് ആ സ്വാമിജി അവിടെ സ്വാമിജി ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു വലിയൊരു മഹത്വം. അതുപോലെ ശങ്കര പരമ്പരയിൽ ശങ്കരാചാര്യ സ്വാമി, ഞങ്ങളും മേൽപ്പാഴൂർ പെട്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങളും അമ്മാത്താണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഇല്ലത്തുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ നാരായണ ഗുരുദേവൻ്റെ കുലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ. ഇതുപോലെ ഓരോ മഹാത്മാക്കളുടെ കുലത്തിൽ, ആ മഹാത്മാക്കൾ ജന്മം കൊണ്ട കുലത്തിൽ ജനിക്കുമ്പം തന്നെ ഒരൈശ്വര്യമുണ്ട്. പിന്നെ അവരുമായിട്ടുള്ള സമ്പർക്കം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ലേ. അപ്പോൾ ഇവിടെ പറയണു എന്താണ്? യോഗിനാം കുലേ ഭവതി, യോഗികളുടെ കുലത്തിൽ. ചിലപ്പോൾ അവരുടെ നിത്യസമ്പർക്കം കിട്ടുന്ന ചില അമ്മമാർക്കുണ്ടാവുന്ന ഭാഗ്യം അങ്ങനെയുള്ള ആളുകളുടെ ഭാര്യയായി തീരാനൊക്കെയാണ്. ഇപ്പം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ, നിങ്ങൾക്കറിയുമെന്നറിയില്ല, തിരുവനന്തപുരത്താണ്. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മഹാജ്ഞാനി, ഒരു ബ്രഹ്മനിഷ്ഠൻ, ഒരു ഇളക്കവുമില്ലാതെ എന്ത് സംശയവും നിങ്ങൾ പോയി ഇരുന്നാൽ തീരും. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാൽ. ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥാശ്രമിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഭാര്യയായി ജനിച്ച ആ അമ്മയുടെയൊക്കെ ഭാഗ്യം എത്രയായിരിക്കും അല്ലേ. അവരാണെങ്കിൽ ഇതിൽ അതീവ ശ്രദ്ധയുള്ളവരാ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു പ്രേമവിവാഹമായിരുന്നു. ഓ, അങ്ങനെ ഒരു മഹാത്മാവിനെ പ്രേമിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അല്ലേ എത്രയോ കുരങ്ങന്മാരെ നമ്മൾ പ്രേമിക്കണം ഇല്ലേ. അല്ല, അത് തന്നെ നോക്കണം. ഭഗവാൻ ഇന്ന് ഗീത വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതൊക്കെ പറഞ്ഞു തന്നെ. ശ്രീമതാം ഗേഹേ യോഗിനാം കുലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മളോട് ചോദിക്കുമല്ലോ,
വല്ലപ്പോഴും എന്താ പറയുക, ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കും, ഏതാണ് കുലം, ഏതാണ് ഗോത്രം, ആരാണ് ഗോത്രത്തിൻ്റെ നേതാവ്, അങ്കിരസാണോ അതോ വിശ്വാമിത്രനാണോ അതോ അതാണോ ഇതാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് ശരി, ഗോത്രമുണ്ട്, കുലമുണ്ട്, അവിടെ ഒരു ഋഷിയുണ്ട്, ആരാണ് ഋഷി എന്നൊക്കെ ചോദിക്കുമ്പം അപ്പോൾ ഏത് കുലത്തിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അവരുമായിട്ടൊരു നേരിട്ടൊരു സമ്പർക്കം കൂടെ ഉണ്ടെങ്കിലോ, യോഗിനാം ധീമതാം കുലേ ഏവ ഭവതി. അതുകൊണ്ട് അങ്ങനെയുള്ള കുലത്തിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജനിക്കും.